അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്ത് യൂസുഫ് ഇതിലെ 15ാമത്തെ ആയത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമുടെ ബിൽച്ചപോനുബേനായി ബാപ്പടട്ടു കേക്കിടറ്. അങ്ങനെ ബാപ്പ യൂസുഫ് നബി അലൈഹിസ്സലാമുടെ കടത്തിರು. അങ്ങ് ഒത്തയാക്കിയിട്ട് കേട്ടിട്ടാകുമ്പോൾ ലാസ്റ്റ് കടത്തിರು. അങ്ങനെ കടത്തിട്ടാകുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങ് വിളിച്ചോണ്ട് കൊണ്ടുവരും. ആ വിളിച്ചോണ്ട് പോയപ്പോൾ അങ്ങ് ആക്കിയ വിഷയമായിട്ടിക്കിട് ഇൻ്റെത്തി ഈ ആയത്തിൽ ചൊല്ല്. ഫലമ്മ ദഹബു ബിഹി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും വിളിച്ചോണ്ട് അങ്ങ് പോകുമ്പോൾ വ അജ്മഉ അൻ യജ്അലൂഹു ഫി ഗയാബത്തിൽ ജുബ്, കൊണ്ടുപോയിട്ട് ആ കിണത്തുകിടകായിട്ടിക്കിട് അങ്ങനെ തീരുമാനം. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പോയർ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കമീസിൽ മാറ്റിയർ, അടിച്ചർ, യൂസുഫ് നബി അലൈഹിസ്സലാം നിന്യപ്പെടുത്തിയർ, കൊല്ലുകേനെ ഉദ്ദേശിച്ചർ. അങ്ങനെ ആ കിണത്ത് വിളിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും കൊല്ലുകല്ല നോക്കിടാർ. പക്ഷേ അതിൽ യഹൂദാൻ ചൊല്ലിട്ട് ആൾ ചൊന്നറ്. ഫസ്റ്റ് കൊല്ലുകില്ല, ആ കിണത്തുക്ക് മാത്രം ഇടുക നിങ്ങളൊട്ടുക നാ ചൊന്നരേന് കൊല്ലുക അയാളായിട്ടിക്കിട്ട് ಬಿಡಾತೆ, ഇല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലಂತಾರ. അങ്ങനെ ಕೆಂತಗೆ ಇನ ಕೀಲಿಲಿಕೊಂಬತ್ತು ಕಮೀಸು ಬಲ್ಚಾರ. ಕಮೀಸು ಬಲ್ಚಿಟ್ಟಂದ್ರೇക്ക് ബാപ്പ കൊണ്ടുപോയിട്ട് കാട്ടകു ചോര മുക്കിയിട്ട് ഇത് ഓനെ നായി പിടിച്ച് തിன்று ചെന്ന് കാട്ടകു ಬೇನಾയി. അങ്ങനെ ಕೆಂತರ സൈഡിലിങ്ങനെ പിടിച്ച് കീലിങ്ങനെ ഇലിക്കൊമ്പത്തു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെ വിളിച്ചിട്ട് അങ്ങോട്ട് ചൊന്ത് നക്ക് നൻ്റെ വസ്ത്രം തറു. അപ്പം അങ്ങ് കൊടുത്തില്ല. മാത്രമല്ല അങ്ങ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണത്തിങ്ങനെ കീലിലിക്കും പാതികലിക്കുമ്പത്തു കൊണ്ടല്ലേ പാതികെത്തുമ്പത്തു ഇങ്ങനെ ബുട്ടുപുട്ടാറ് പള്ളിയിൽ എന്ത് കീല് പൂണ്ടിട്ട് ഇതാക്കട്ടുണ്ട്. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം പോയിട്ട് പൂണ്ടത് തന്നി കയറ്റിക്കരുത്. അങ്ങനെ തന്നെ പൂണ്ടിട്ട് മെല്ലെ പാറ പത്തി തെച്ചിത്ത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഇവിടെ ബിൽച്ചറങ്ങ മേൽ നിന്നിട്ട്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ಅದಕ್ಕೆ ബിൽച്ചയ്ക്ക് ഉത്തര കൊടുത്തു, എന്തേ രക്ഷപ്പെടുത്തുവാറുണ്ട് വിചാരിച്ചിട്ട്. അപ്പോൾ വലിയ കല്ലെടുത്തിട്ട് ഇടകായിട്ടിക്കിട് നോക്കിയത്. അപ്പോഴും ആ യഹൂദാൻ ചൊല്ലിയ ആൾ വിട്ടില്ല, കല്ലിടക്ക് വിട്ടില്ല. യഹൂദായിട്ടിക്കിട അങ്ങനെ തടഞ്ഞത്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം കിണത്തുകിടുമ്പത്തുക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ കമീസിലങ്ങ് എടുത്താറല്ലേ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ തീക്കിടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കമീസ് അത് തീ കരച്ചിട്ടിന്ത്. അപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടേക്ക് എത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് സ്വർഗത്തെ വസ്ത്രം കൊടുന്ന് ധരിപ്പിച്ചൊരു കമീസിന്ത്. ആ കമീസ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മോൻ ഇസ്ഹാഖ് നബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇസ്ഹാഖ് നബി അത് മോൻ യാക്കൂബ് നബി അലൈഹിസ്സലാമു കൊടുത്തിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാം അതിലെന്താക്കിയിട്ടുണ്ട്, ഒരു ഉറുക്ക് പോലെ ആക്കിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ പെരടി കെട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര വലിയ കമീസിന് എങ്ങനെ കെട്ടിരുന്ന അമ്പിയാക്കന്മാർക്ക് മൂജിസത്തിക്കരുത്. അമ്പിയാക്കന്മാരുടെ കയ്യിൽ ആ ഇരുമ്പുകളൊക്കെ പിന്നെ അത് ഒതുങ്ങേണ്ടിക്കരുത്. അന്നതുപോലെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മൂജിസത്താവാം. ആ ഒരു കമീസിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ കഴുത്തേക്ക് കെട്ടിട്ടുണ്ട്. അതായത് ഉറുക്ക് പോലെ ആക്കി കെട്ടിട്ടുണ്ട്. ആ കമീസ് ആ ഉറുക്കിൽ നിന്നും ഗിൽച്ചെടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമുക്ക് ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് കിതാബുകൾ കാണാം. അപ്പോൾ ഈ കമീസിക്ക് എന്നും ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് ചൊല്ലാം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ കമീസ് രണ്ടാമത് ബാപ്പക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ചരിത്രത്തെ ലാസ്റ്റ് ഭാഗത്ത് ഉണ്ട്. അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതാ ഇതിൽ ചൊല്ലേ വാ ഉഹൈന ഇലൈഹി, യൂസുഫ് നബി അലൈഹിസ്സലാമുക്ക് കിണത്തിലിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമുടെ കടത്തി കൊടുത്തിട്ട് ഞങ്ങൾ വഹി അറിയിച്ച അണ്ട് ഈ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമുക്ക് 17 വർഷമായിട്ട് അതിനേക്കാൾ കീഴ്. അപ്പോൾ അത്ര ചെറിയ വയസ്സ് യൂസുഫ് നബി അലൈഹിസ്സലാമുടെ ഒട്ടിക്ക് ഞങ്ങൾ ചൊന്നല്ല തുനബി അന്നഹും ബി അമ്രിഹിം അങ്ങ് ആക്കിയ ഈ സ്വറത്തെ അങ്ങോട്ടൊക്കെ ചൊല്ലുകും. അപ്പോൾ അങ്ങക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമുടെ ഗുന്തിക്കില്ല. ഇൻഷാ അല്ലാഹ് അത് ചരിത്രത്തെ ലാസ്റ്റ് ഭാഗത്ത് പണ്ട് വജാ ഇഖ്വത്ത് യൂസുഫാൻ ഇങ്ങല്ല. പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവായാൽ പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുട്ട ഈ സഹോദരന്മാർ ഈ കിണത്ത് കിട്ടങ്ങല്ല ബറവുണ്ട്. അപ്പോൾ അങ്ങക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമുട്ട് അങ്ങക്ക് ഗുന്തിക്കില്ലേ. അങ്ങ് മിസ്രുടെ അവിടെ മന്ത്രിയും ചെന്നിട്ടായിട്ടിക്കിട്ട് പണ്ടത്. ഇൻഷാ അല്ലാഹ് അത് ചരിത്രത്തെ ലാസ്റ്റ് ഭാഗത്തിൽ നമുക്ക് ചൊല്ലാം. അപ്പോൾ ഈ ആയത്തിൽ വിശദീകരിച്ചത് ഇതായിട്ടിക്കിട് യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് ആ കിണത്ത് കിട്ടൊരു സംഭവം. നമുക്ക് ഈ ആയത്തൊന്ന് ഓതി നോക്കാം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. ഈ ആയത്ത് ഓതുമ്പോൾ ഫലമ്മ അവിടെ മീമ് മണിക്കണം, പിന്നെ ബിഹീൻ ചെന്ന് അവിടെ ഒരു ചെറിയ യാ കൊടുത്തിട്ട് അത് തെല്ല് നീട്ടണു എന്നർത്ഥം. വാജിമഊ അവിടെ യാറ നീട്ട കൊണ്ട്, പിന്നെ ഗയാബത്തിൽ ജുബ് എന്നതിൽ അവിടെ ജീമ് കൊടുത്തിട്ടില്ലേ, വഖഫ് ജായിസ് അതിൻ്റെ അർത്ഥം അവിടെ നിപ്പാട്ടക്ക് ബേനങ്ങ് ഓത്ത് വഖഫാക്ക ഓത്ത് നിപ്പാട്ട വഖഫ് ജായിസ്. വൗഹൈന നാത്തെ നീട്ടണം, പിന്നെ ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ലതുനബ്ബിഅന്നഹും എന്നവിടെ ഒരു മീമുണ്ട്, ബി അംരിഹിം ചൊല്ലിട്ട് അവിടെ മീമുണ്ട്. അവിടെ നോക്കുക ലാസ്റ്റ് മീമുക്ക് സുക്കൂൻ ഇട്ടിട്ട് ഇവിടുത്തെ മീമുക്ക് സുക്കൂൻ ഇട്ടിട്ടില്ല. അത് ഈ മീമുൽ പിന്നെ ബാ ബന്നെങ്കിൽ മീമുക്ക് സുക്കൂന് വന്നിട്ട് ബാ ബന്നെങ്കിൽ ഇവിടെ സുക്കൂൻ ഇട്ടിട്ടില്ല, പക്ഷെ അവിടെ സുക്കൂൻ ആയിട്ടിക്കട് അവിടെ ഓതേണ്ടത് ഇങ്ങനെ ആയിട്ടിക്കട് ബാ ബന്നെങ്കിൽ ലതുനബ്ബിഅന്നഹും ബി ഹുംബി ഇഖ്ഫാവും ചൊല്ലതുണ്ട്. ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ്റെ ബറക്കത്ത് കൊണ്ട് ഇത് കാതു കൊടുക്കിടങ്ങും.